ശ്രീജിത്ത്, തമിഴ്നാട്ടിൽ ബി.ജെ.പി. വളരെയധികം കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, അണ്ണാമലൈ അവിടെ ഇറങ്ങി പ്രവർത്തിച്ചു. പക്ഷെ ബി.ജെ.പിക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദക്ഷിണേന്ത്യ അവർ നോട്ടമിടുന്ന ഇടമാണ്. നരേന്ദ്രമോദി അത് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറൊന്നാണ്. മഹാരാഷ്ട്രയിൽ നമ്മൾ കാണുന്ന രാഷ്ട്രീയം പോലെ തന്നെ ഇവിടെ തമിഴ്നാടിന് മാത്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വിട്ട് അവിടെ മാറി വന്നിട്ടില്ല. അതിലൊരു മാറ്റം കുറിക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. ഇപ്പൊ ബി.ജെ.പി. പുതിയ സഖ്യത്തിലേക്ക് മാറുകയാണോ അവിടെ തമിഴ്നാട്ടിൽ? എന്തായാലും മുൻപുണ്ടായിരുന്ന ഒരു സഖ്യമാണ് അത്. ആ സഖ്യം തുടരുന്നതിനിടയിലാണ് ചില തർക്കങ്ങൾ കാരണം ആ സഖ്യം വേർപിരിയുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ DMKയും അതോടൊപ്പം തന്നെ ബി.ജെ.പിയും പരസ്പരം മത്സരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ DMKക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ 40 സീറ്റ്, 39+1 പുതുച്ചേരി, ആ അത്തരത്തിൽ വലിയ വിജയം നേടാൻ ആ പ്രദേശത്ത് കഴിഞ്ഞു. കാരണം മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ സമാനമായി തന്നെയായിരുന്നു വിജയമുണ്ടായിരുന്നത്. അങ്ങനെ DMK മാത്രമുള്ള ഒരു തമിഴ്നാടായാണ് ഇപ്പോൾ മാറുന്നത്. DMKയോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി വളരെ ശക്തമായുള്ള ഒരു പ്രദേശം കൂടിയാണ് തമിഴ്നാട്. കോൺഗ്രസും അതോടൊപ്പം തന്നെ CPI, CPM, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഒരു ഡസനിലധികം പാർട്ടികൾ എന്തായാലും DMKയോടൊപ്പം നിന്ന് മത്സരിക്കുകയാണ്. പക്ഷേ ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു മണ്ണാണ് തമിഴ് മണ്ണ്. കാരണം പക്ഷേ അവർക്ക് പല തന്ത്രങ്ങളുമായി തമിഴ്നാട്ടിൽ എത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ഹിന്ദി വിരോധമുണ്ടല്ലോ, ഹിന്ദി പ്രത്യേകിച്ച് ഉത്തരേന്ത്യയോടുള്ള വികാരം പണ്ട് ഉത്തരേന്ത്യയോടായിരുന്നെങ്കിൽ ഇപ്പോൾ ബി.ജെ.പിയോടായി മാറിയിട്ടുണ്ട്. കാരണം ഹിന്ദി അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പാർട്ടിയാണ് ബി.ജെ.പി. എന്ന ചിന്ത DMK ഉൾപ്പെടെയുള്ള ദ്രാവിഡ പാർട്ടികൾക്ക് തമിഴരുടെ മനസ്സിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബി.ജെ.പി. അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ ഇപ്പോൾ അണ്ണാ DMK ഉൾപ്പെടെയുള്ള കക്ഷികളുമായി മുൻപെല്ലാം വലിയ രീതിയിൽ അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ 8 സീറ്റെല്ലാം നേടുന്ന ഒരു അവസ്ഥയെല്ലാം ഉണ്ടായിട്ടുണ്ട്. DMKയും അതോടൊപ്പം തന്നെ അണ്ണാ DMKയുമായി മുൻപ് സഖ്യമുണ്ടായിട്ടുണ്ട്. ജയലളിതയുമായി സഖ്യമായി മത്സരിക്കുന്ന എല്ലാ അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഇടക്കാലത്താണ് IPSകാരനായ അണ്ണാമലൈ രംഗത്ത് വരികയും അദ്ദേഹം വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5-6 സീറ്റ് ഉൾപ്പെടെ അവിടെ പല സർവേകളും പ്രവചിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ അണ്ണാമലയ്ക്ക് അവിടെ 18% വോട്ട് എന്തായാലും നേടാൻ കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം വിദേശത്തായിരുന്നു. UK ഒരു കോഴ്സ് ചെയ്യാനായി പഠിത്തത്തിൻ്റെ ആവശ്യവുമായി പോയിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ചില ചർച്ചകൾ ഉയർന്നു വന്നത്. അണ്ണാ DMK വീണ്ടും BJP സഖ്യത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ന് ജയലളിതയുടെ ചരമ ദിനമായിരുന്നു. അതിനുശേഷം പളനിസ്വാമി, അദ്ദേഹം അറിയാമല്ലോ, മുൻപുള്ള മുഖ്യമന്ത്രിയായിരുന്നു. എടപ്പാടി പളനിസ്വാമിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. DMK താഴെ ഇറക്കാൻ സമയമായി, സ്റ്റാലിനെ താഴെ ഇറക്കാൻ സമയമായി. അതിനാൽ തന്നെ ചിലപ്പോൾ BJPയുമായി അവരെ എതിർക്കുന്നവരുമായി സഖ്യത്തിലെത്താൻ കുഴപ്പമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പോൾ അറിയാം, അണ്ണാ DMK രണ്ടായി പിളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും പ്രധാന പാർട്ടിയായിരുന്നു അണ്ണാ DMK. പക്ഷെ ഇന്ന് എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ ഒരു പാർട്ടി, മറ്റൊരു പാർട്ടി പന്നീർസെൽവത്തിന്റെ നേതൃത്വത്തിൽ, മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മറ്റൊന്നായി വിഘടിച്ചു നിൽക്കുകയാണ്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയോടൊപ്പമായിരുന്നു സഖ്യമായി മത്സരിച്ചത്. പക്ഷെ ദയനീയമായി തന്നെ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇങ്ങനെ പലതായി DMK പിളർന്നു നിൽക്കുമ്പോഴാണ് അവർ എന്തായാലും ഇനി ഒന്നിച്ചു കൊണ്ടുവന്നാൽ മാത്രമായിരിക്കും, ഒറ്റക്കെട്ടായി മത്സരിച്ചാൽ മാത്രമായിരിക്കും DMK പോലുള്ള ഒരു കേഡർ പ്രസ്ഥാനം, കേരളത്തിലെ CPMനേക്കാൾ വലിയ കേഡർ പ്രസ്ഥാനമാണ് തമിഴ്നാട്ടിൽ DMK. അത്രത്തോളം അണികളും അവരെ എല്ലാ മേഖലയിലും അവർക്ക് യൂണിറ്റുകളും പ്രാദേശികമായ അണികളുമുള്ള ഒരു ശക്തമായ ഒരു പാർട്ടിയാണ്. കരുണാനിധിയോട് അദ്ദേഹം പിന്നീട് ഇപ്പോൾ സ്റ്റാലിൻ വന്നു. ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിനെ ഉൾപ്പെടെ മുഖ്യമന്ത്രിയായി അടുത്ത തലമുറയെ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് അവിടെ DMK നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ തുടർഭരണമാണ് അവർ സ്വപ്നം കാണുന്നത്. കേരളത്തിന് സമാനമായി തന്നെ ഒരു ഗവൺമെന്റ് കഴിഞ്ഞ് അടുത്ത ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ജയലളിത തുടർച്ചയായി 2 വട്ടം വന്നു, അത് മറ്റൊരു കാര്യം. എന്നാലും അങ്ങനെയാണ്, കേരളത്തിന് സമാനമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും പക്ഷെ ആ സാഹചര്യത്തിന് ഇപ്പോൾ DMK ഭയപ്പെടുന്നില്ല. കാരണം എതിരാളികൾ ശക്തരല്ല. അപ്പോൾ
എതിരാളികൾ തന്നെ സ്വയം ചിന്തിച്ചു തുടങ്ങി, ഇനി തങ്ങൾ തമ്മിലടിച്ച് നിന്നാൽ ഒന്നും നടക്കില്ല, ഒറ്റക്കെട്ടായി തന്നെ DMK എതിർക്കണം, അല്ലാത്ത പക്ഷം തമിഴ്നാട്ടിൽ തങ്ങൾക്ക് അധികാര സ്ഥാനങ്ങളിൽ എത്താൻ കഴിയില്ലെന്ന ചിന്തയുടെ പശ്ചാത്തലത്തിലാണ് ഇനി BJP-യുമായി എന്തായാലും അണ്ണാ DMK ചർച്ച നടത്താൻ പോകുന്നത്. അങ്ങനെ ചർച്ച നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ BJP ആ സഖ്യത്തിൽ ചേരാനാണ് സാധ്യത. കാരണം BJP-ക്ക് വലിയ പ്രതീക്ഷ ഉള്ള മണ്ണാണെങ്കിലും പക്ഷെ ആ പ്രതീക്ഷ എന്തായാലും വോട്ടാക്കി മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം ഈ അണ്ണാമല വന്നതിന് ശേഷം BJP-യുടെ അണികളും കേന്ദ്ര നേതൃത്വവും ഉൾപ്പെടെയുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു. അദ്ദേഹം ക്രൗഡ് പുള്ളറാണ്. അദ്ദേഹം എവിടെ പോയാലും ഒരു സിനിമാ നടന് സമാനമായ രീതിയിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നു. മറിച്ച് നമുക്കറിയാലോ, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എപ്പോഴും ആൾക്കൂട്ടം കൂടുന്നത് ഒരു സിനിമാ നടൻ രാഷ്ട്രീയക്കാരനാകുമ്പോൾ മാത്രമാണ് അവിടെ ജനങ്ങൾ കൂടുതൽ സംഘടിക്കുന്നത്. പക്ഷെ അങ്ങനെ രാഷ്ട്രീയത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത IPS-കാരനായ അണ്ണാമല വന്നപ്പോൾ ജനങ്ങൾ തനിയെ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ആ പശ്ചാത്തലത്തിൽ BJP വലിയ പ്രതീക്ഷ വെച്ചിരുന്നു. പക്ഷെ അതെല്ലാം പിന്നീട് തകിടം മറിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അണ്ണാ DMK മറ്റൊരു ഭയപ്പെടുത്തുന്ന കാര്യം വിജയുടെ രംഗപ്രവേശനമാണ്. ഇപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മുൻപ് എല്ലാവരും പറയും ഇനിയൊരു തമിഴ്നാട്ടിൽ ഒരു സിനിമാ നടൻ രാഷ്ട്രീയക്കാരനായി മാറിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നവരുണ്ട്. കാരണം അവരുടെ മുന്നിലുള്ളത് വിജയകാന്തും അതോടൊപ്പം തന്നെ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ വന്ന വിജയകാന്തും മറ്റൊരു കമലഹാസൻ അടക്കമുള്ള നേതാക്കളെ മുൻനിർത്തിയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. വിജയകാന്തിനും അവിടെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം ചെറിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ഒരു മുഖ്യമന്ത്രി കസേര പ്രതീക്ഷിച്ചു വന്ന ആ രീതിയിൽ അദ്ദേഹത്തിന് ലഭിച്ചില്ല. പിന്നീട് കമലഹാസൻ വന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി ഇപ്പോൾ ഒരിടത്തും ഇല്ലാത്ത രീതിയിൽ ആയിപ്പോയി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. പിന്നീട് കോയമ്പത്തൂരിൽ കമലഹാസൻ നേരിട്ട് MLA ആവാൻ വേണ്ടി മത്സരിച്ചു. അത് BJP-യുടെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ സിനിമാ നടന്മാർ അവസാന ഘട്ടത്തിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അതോടൊപ്പം തന്നെ ശരത് കുമാറും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ സാഹചര്യത്തിൽ വിജയ് വന്നാൽ എങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷെ വിജയ് അങ്ങനെയല്ല. മുൻപ് പറഞ്ഞവർ പൂർണ്ണമായ രാഷ്ട്രീയക്കാരല്ല. അവർ ചെറിയ രീതിയിൽ സിനിമ അഭിനയിക്കുകയും ചെയ്യും. കമലഹാസനെ അറിയാലോ, അദ്ദേഹം പല സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് ഇത്തരം പ്രചരണങ്ങളുമായി മുന്നോട്ട് വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, വിജയ് വർഷങ്ങളായി തന്നെ രാഷ്ട്രീയ പാർട്ടി നിർമ്മിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായാണ് മുന്നോട്ട് വന്നത്. അദ്ദേഹം തൻ്റെ ഫാൻസ് ഗ്രൂപ്പുകളെ വർഷങ്ങളായി തന്നെ കൊണ്ടുവരുന്നു, സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ആ ഫാൻസ് ഗ്രൂപ്പിനെയാണ് പിന്നീട് ഈ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയത്. അതോടൊപ്പം തന്നെ തൻ്റെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുന്ന അദ്ദേഹം തൻ്റെ സിനിമാ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിന് അദ്ദേഹം കൂടുതൽ സമയം നൽകുകയാണ്. കൂടുതൽ സമയം നൽകിയാണ് അദ്ദേഹം രാഷ്ട്രീയക്കാരനായി മാറുന്നത്. അങ്ങനെ വിജയ് രാഷ്ട്രീയക്കാരനായി മാറുമ്പോൾ വലിയ രീതിയിൽ തന്നെ അണ്ണാ DMK-യുടെ വോട്ട് ചോരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മറിച്ച് അവിടെ DMK ശക്തമായി ഈ വിജയുടെ പാർട്ടിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ അവരുടെ ജില്ലാ കമ്മിറ്റികളും അതോടൊപ്പം തന്നെ മണ്ഡലം കമ്മിറ്റികളെല്ലാം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉദയനിധി തന്നെ നേരിട്ടെത്തി പുനഃസംഘടനയ്ക്ക് നേതൃത്വം നൽകും. കാരണം തങ്ങളുടെ അണികൾ ഒരിക്കലും വിജയോടൊപ്പം പോകരുതെന്ന ചിന്തയിലാണ് അവർ ഉള്ളത്. മറിച്ച് അണ്ണാ DMK-യിൽ അവർ രണ്ടായി പിളർന്നു നിൽക്കുന്നു. അപ്പോൾ ആ വിജയ ഭയന്നാണ് ഇപ്പോൾ ഇവർ എന്തായാലും ഈ BJP-യോട് അടുക്കാൻ ശ്രമിക്കുന്നത്. പഴയ BJP അല്ല. പണ്ട് അവിടെ 3%, 4% മാത്രം വോട്ട് നേടിയ BJP-യാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18% വോട്ട് നേടുന്നു. പല മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു. അത് 20 മണ്ഡലത്തിലധികം BJP-യുടെ വോട്ട് വർദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നിയമസഭയിൽ 4 MLA-മാർ ഉൾപ്പെടെ ഉണ്ട്. ചിലപ്പോൾ ഇനി വരുന്ന കേരളത്തിനോടൊപ്പമാണ് തമിഴ്നാട്ടിലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ എന്തായാലും DMK ആയിരിക്കും തുടരുന്നത്. പക്ഷെ BJP-യും അതോടൊപ്പം തന്നെ അണ്ണാ DMK-യും സഖ്യമായി മത്സരിക്കുകയാണെങ്കിൽ കുറച്ച് സീറ്റുകളെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയും. അല്ലാതെ ലോക്സഭയ്ക്ക് സമാനമായ രീതിയിൽ ഏകപക്ഷീയമായി ഇപ്പോൾ അണ്ണാ DMK-ക്ക് 0 സീറ്റാണ്, BJP-ക്ക് 0 സീറ്റാണ്. അങ്ങനെ വലിയ രീതിയിൽ പിന്നോട്ടടിക്കാതെ ഒന്ന് പിടിച്ചു നിൽക്കാൻ എന്തായാലും ഈ സഖ്യത്തിന് കഴിയും. അതിനാൽ തന്നെ ചിലപ്പോൾ ഈ അണ്ണാ DMK-യും BJP-യും ഒറ്റ സഖ്യമായി മത്സരിക്കും. പളനിസ്വാമിയും അതോടൊപ്പം തന്നെ അണ്ണാമലയും ഒരേപോലെ മുൻകാലങ്ങളിലെ പോലെ ഒരു വേദി പങ്കിടുന്ന ഒരു സാഹചര്യമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്.